നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതായത് നവകേരള ബസിന് നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളായ AD തോമസ് MLA-യും അജയ് ജുവൽ കുര്യാക്കോസിനെയും മർദ്ദിച്ച കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളായ മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. എന്താണ് വിധി? നിർണായക വിധി എന്താണ്? വിധിക്ക് ശേഷമുള്ള SIT നീക്കങ്ങൾ എന്തൊക്കെയാണ്? ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാവുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ സന്ദീപ്, ഷൈജു, വിപിൻ, അരുൺ എന്നിവരാണ് ജാമ്യത്തിനായി സമീപിച്ചിരിക്കുന്നത്. ജാമ്യ ഹർജിയിൽ ജൂൺ 1, 2, 3 തീയതികളിൽ വാദം കേട്ട കോടതി പ്രതികളുടെ കസ്റ്റഡിയോ അറസ്റ്റോ വിധി വരുന്നതുവരെ പാടില്ല എന്ന നിർദ്ദേശവും മുന്നോട്ട് വച്ചിരിക്കുകയാണ്. നവകേരള യാത്രക്കിടെയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനും സുരക്ഷാ സംഘവും അന്നത്തെ KC യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഇവരെ തല്ലിച്ചതച്ചത്. ദൃശ്യങ്ങളൊക്കെ പുറത്തുവന്ന സംഭവമാണ്. കേസിൽ പ്രതികളെ രക്ഷിക്കാൻ ADGP MR അജിത് കുമാർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ശ്രമം നടന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഒരു വശത്ത് ശക്തമാണ്. SIT കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും ഈ MR അജിത് കുമാർ ഇടപെട്ടു എന്നതടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസ് നിലനിൽക്കില്ലെന്ന് കാണിച്ച് ആദ്യ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റെഫർ റിപ്പോർട്ട് തയ്യാറാക്കിയത് ADGPയുടെ ഓഫീസിൽ വെച്ചാണെന്നും വസ്തുതകൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് റിപ്പോർട്ടിലുള്ളതെന്നും പ്രതികളുടെ ജാമ്യ ഹർജി എതിർത്ത് SIT സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് ഫോട്ടോഗ്രാഫറുടെ മൊഴി തെറ്റായി രേഖപ്പെടുത്തി എന്നതടക്കമുള്ള വിമർശനവും ശക്തമാണ്. ഒരുപാട് തിരുത്തലുകൾ അല്ലെങ്കിൽ അട്ടിമറികൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നടന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ SIT അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരം വിവരങ്ങൾ ഉൾപ്പെടുത്തിയത് മനഃപൂർവ്വം തെറ്റായ, അതായത് പോലീസ് ഫോട്ടോഗ്രാഫറുടെ മൊഴി തെറ്റായി രേഖപ്പെടുത്തുക എന്നതിലൂടെ ഇത്തരം വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയത് മനഃപൂർവ്വം തെറ്റായ ആഖ്യാനം സൃഷ്ടിക്കാനാണ്, പ്രതികളെ രക്ഷിക്കാനുമാണോ എന്ന് SIT അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും റിപ്പോർട്ടിൽ സംഭവിച്ചത് എന്താണ്, എന്തിന് ഇങ്ങനെ ഒരു ഇടപെടലുകൾ ഉണ്ടായി, അങ്ങനെ ആ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയിലേക്ക് SIT സംഘം അന്വേഷണത്തിലൂടെ എത്തിച്ചേരുമെന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ മർദ്ദന ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് റെഫർ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് SIT ADGP ഓഫീസിൽ നടന്ന രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് വിശദമാക്കുന്നത്. പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ വീഡിയോയിൽ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ് നിലനിൽക്കുന്നതെന്ന് ആദ്യ അന്വേഷണ സംഘം കോടതിയിൽ റെഫർ റിപ്പോർട്ട് നൽകിയത്. എന്നാൽ സംഭവ സമയത്ത് പോലീസ് ഫോട്ടോഗ്രാഫർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് SIT വ്യക്തമാക്കുന്നത്. 2023 ഡിസംബർ 15 ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ചാണ് അന്നത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസിന് നേരെ പ്രതിഷേധമുയർത്തിയതിന്റെ പേരിൽ ഇത്തരത്തിൽ KC പ്രവർത്തകരെയൊക്കെ തല്ലിച്ചതച്ചത്. സംഭവ സമയത്ത് സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ അടങ്ങിയ CD കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആദ്യ അന്വേഷണ സംഘം ഇത് കോടതിയിൽ വ്യക്തമാക്കിയതാണ്. എന്നാൽ മർദ്ദനത്തിന് ഒരു ദൃശ്യവും താൻ പകർത്തിയിട്ടില്ലെന്നാണ് പോലീസ് ഫോട്ടോഗ്രാഫർ SITക്ക് നൽകിയ മൊഴി. അപ്പോൾ എന്ത് തിരിമറി ഇതിനിടയിൽ സംഭവിച്ചു എന്ന ചോദ്യവും നിലവിൽ ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ ഏറ്റവും പിന്നിലാണ് താൻ യാത്ര ചെയ്തിരുന്നതെന്നും മർദ്ദനം അവസാനിക്കുകയും അതിൽ ഉൾപ്പെട്ടവർ സംഭവ സ്ഥലത്ത് നിന്ന് പോകുകയും ചെയ്ത ശേഷമാണ് താൻ അവിടെ എത്തിയതെന്നും പോലീസ് ഫോട്ടോഗ്രാഫർ മൊഴി നൽകിയിട്ടുണ്ട്. തുടർന്ന് SIT കേസ് ഡയറി പരിശോധിച്ചു. പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ മർദ്ദനത്തിന് ശേഷമുള്ളതാണ് എന്ന വിവരമാണ് കേസ് ഡയറിയിൽ ഉള്ളത്. എവിടെയാണ് തിരിമറി സംഭവിച്ചത് എന്നത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ADGP ഓഫീസിൽ വെച്ച് നടത്തിയ തിരുത്തലിൽ പോലീസ് ഫോട്ടോഗ്രാഫറുടെ കൈവശം സംഭവത്തിന്റെ ദൃശ്യങ്ങളുണ്ടെന്നായി മാറി. ഈ വീഡിയോയിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേസ് നിലനിൽക്കുന്ന ശുപാർശയും നൽകി. റെഫർ റിപ്പോർട്ട് തയ്യാറാക്കിയത് ADGPയുടെ ഓഫീസിൽ വെച്ചാണെന്ന് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനും ADGPയുടെ ഓഫീസിലെ ജീവനക്കാരും മൊഴി നൽകിയിട്ടുണ്ടെന്ന് SITയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കേസിലെ 5 പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ആലപ്പുഴ സെഷൻസ് കോടതി എന്തായാലും ഇന്ന് വിധി പറയുകയാണ്. ജാമ്യം തള്ളുകയാണെങ്കിൽ, ജാമ്യം കിട്ടില്ല എന്ന സാഹചര്യമാണെങ്കിൽ അറസ്റ്റ് എന്ന നടപടിയിലേക്ക് കടക്കും. പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് നടത്തുകയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയും വേണ്ടതിനാൽ ജാമ്യം നൽകരുതെന്നാണ് SIT ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിൽ മെഡിക്കൽ റിപ്പോർട്ട് കിട്ടുന്നതിന് മുൻപേ നരഹത്യാ ശ്രമ കുറ്റം ചുമത്തിയതിനെതിരെ പ്രതിഭാഗം എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുമുണ്ട്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് പുതിയ റിപ്പോർട്ട് SIT സമർപ്പിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കോടതി കഴിഞ്ഞ തവണ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉൾപ്പെടുത്തിയാണ് പുതിയ റിപ്പോർട്ട് SIT സമർപ്പിച്ചിരിക്കുന്നത്. കേസ് ഡയറി തിരുത്തി എഴുതാൻ സമ്മർദ്ദമുണ്ടായിരുന്നെന്ന് SIമാർ മൊഴി നൽകിയിരുന്നു. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിന്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന 2 SIമാരുടെ മൊഴിയാണ് SIT പിന്നെ രേഖപ്പെടുത്തിയത്.
കേസ് ഡയറി തിരുത്താൻ തങ്ങൾക്ക് സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നാണ് SIമാർ മൊഴി നൽകിയത്. കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥന്റെ ശ്രമം ഉണ്ടായിരുന്നുവെന്ന SIT റിപ്പോർട്ടിന്റെ പിന്നാലെയാണ് SIമാർക്ക് ഹാജരാവാൻ SIT നോട്ടീസ് നൽകിയത്. നിർണായക മൊഴി കിട്ടിയതോടെ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് SITയുടെ നീക്കം. അതേസമയം SITക്ക് കോടതിയുടെ രൂക്ഷ വിമർശനമാണ് നേരിടേണ്ടി വന്നത്. കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകൾ എങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിച്ച കോടതി ഇത് ചോർത്തി നൽകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനാണോ അതോ പ്രോസിക്യൂഷനാണോ എന്നും ചോദിച്ചു. CD-യിലെ വിശദാംശം അറിയില്ല എന്ന് അഭിഭാഷകർ കോടതിയോട് പറഞ്ഞു. പിന്നെ എങ്ങനെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടിയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിന് മറുപടി പറയണമെന്നും കോടതി വിമർശിച്ചു. മർദ്ദന ദൃശ്യങ്ങളും കോടതി കണ്ടു. ദൃശ്യങ്ങൾ 15 തവണ കോടതി കണ്ടു. തലയ്ക്ക് അടിക്കുന്ന ദൃശ്യങ്ങൾ റിവൈൻഡ് ചെയ്തു. തലയിൽ അടിക്കുന്ന ദൃശ്യങ്ങൾക്ക് വ്യക്തത കുറവെന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. വാദത്തിനിടെ ചില സംശയങ്ങൾ കോടതി ഉന്നയിച്ചു. ആദ്യ അടി തലയ്ക്ക് കൊണ്ടത് കുനിഞ്ഞത് കൊണ്ടല്ലേ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. പ്രതികൾക്ക് എതിരെ ആദ്യം ചേർത്തത് ജാമ്യമില്ലാ വകുപ്പുകളായിരുന്നു. മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്തു. അതിൽ ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ചേർത്തെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. പിന്നെ എന്തിനാണ് കഴിഞ്ഞ തവണ വീണ്ടും ഒരു റിപ്പോർട്ട് കൂടി നൽകിയതെന്നും 1 മണിക്കൂർ വ്യത്യാസത്തിൽ എങ്ങനെ 2 റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിച്ചുവെന്നും കോടതി ചോദിച്ചു. അതേസമയം ഗൺമാന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായത് പെട്ടെന്നുള്ള അക്രമമല്ലേ എന്നൊരു ചോദ്യവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. മർദ്ദിച്ച പോലീസുകാർക്ക് മർദ്ദനമേറ്റവരോട് മുൻ വൈരാഗ്യമുണ്ടോ എന്നും കോടതിയുടെ ചോദ്യം. ആക്രമണത്തിൽ എന്തെങ്കിലും ലക്ഷ്യം കണ്ടെത്താൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ടോ എന്നും അവരെ ആക്രമിച്ചതിന്റെ കാരണങ്ങൾ എന്തെങ്കിലും തെളിവുണ്ടോ എന്നും കോടതി ചോദിച്ചു. ജാമ്യം കിട്ടുക എന്നത് പ്രതികളുടെ ഭരണഘടനാ അവകാശമാണെന്നും നിയമം ബന്ധനമല്ലെന്നും കോടതി പറഞ്ഞു. SIT നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നും കോടതി നിരീക്ഷിച്ചു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വലിയ രീതിയിലുള്ള വിമർശനവും കോടതിയുടെ ഭാഗത്തുണ്ടായി. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് പ്രകടിപ്പിച്ചത് എന്നൊരു വിമർശനവും കൂടി ഉണ്ടായി. സെഷൻസ് കോടതിയിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു വാദം. മുഖ്യമന്ത്രിയുടെ വാഹനം പോയ ശേഷം സുരക്ഷാ സംഘത്തിന്റെ വാഹനം നിർത്തേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്താനാണ് മർദ്ദിച്ചത്. പരാതിക്കാർ ഒരു പ്രകോപനം സൃഷ്ടിച്ചില്ല. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കുക മാത്രമാണ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് എന്ന് കേട്ടാൽ മുഖ്യമന്ത്രി പേടിക്കുമോ എന്നും പ്രോസിക്യൂഷൻ ചോദിച്ചു. ഔദ്യോഗിക ജോലി ചെയ്യുന്നതായി ദൃശ്യങ്ങളിൽ കാണുന്നില്ല. പോലീസിന്റെ നിയന്ത്രണത്തിലായിരുന്നവരെ ബോധപൂർവം ആക്രമിക്കുകയായിരുന്നുവെന്നും വാദിഭാഗം ചൂണ്ടിക്കാട്ടി. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പ്രതിഷേധക്കാരോട് വിരോധമുണ്ടായിരുന്നില്ലെന്നും ജോലിയുടെ ഭാഗമായ നടപടിയായിരുന്നുവെന്നും പ്രതിഭാഗം വാദിച്ചു. സുരക്ഷാ സംഘം പ്രയോഗിച്ച നീളൻ ലാത്തിയെപ്പറ്റിയുള്ള ഗുരുതര സംശയങ്ങൾ SIT റിപ്പോർട്ടിലുണ്ടായിരുന്നു. മർദ്ദനത്തിന് ഉപയോഗിച്ച നീളൻ ലാത്തിയിൽ പോലീസിൽ നിന്ന് നൽകിയതല്ല എന്ന് മനസ്സിലായി. ഈ വടിയെപ്പറ്റി അന്വേഷിക്കണമെന്നും AD തോമസിന്റെ തലയിൽ ലാത്തി കൊണ്ട് ശക്തമായി അടിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. തലയിൽ മുറിവുണ്ടായെന്നും തുന്നൽ വേണ്ടി വന്നെന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അടിച്ച രീതി, അടിയുടെ ശക്തി, ഏതുതരം ആയുധം, ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ലക്ഷ്യമിട്ടത് തുടങ്ങിയവയും കുറ്റകൃത്യത്തിന്റെ ഗൗരവം നിർണ്ണയിക്കുന്നതിൽ പ്രസക്തമാണ്. ഒരടി കൊണ്ട് നിർത്തിയില്ലെന്നും തലയ്ക്കുൾപ്പെടെ തുടരെ അടിച്ചെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്തായാലും സമഗ്രമായ അന്വേഷണം ഹർജി തേടി ഗൺമാന്മാർ, പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഗൺമാന്മാർ പൊട്ടിക്കരയുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എന്താണ് ഇന്നത്തെ കോടതി വിധി എന്നതാണ് ഏറ്റവും പ്രധാന ചോദ്യം. മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം ഇന്നത്തെ കോടതി വിധി. ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.